നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറിലുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്റെ വീഡിയോസ് ഇടുന്നില്ലായിരുന്നു. കാരണം ഞാൻ വാരാണസി വരെ, കാശി വരെ ഒന്ന് പോയി ഭഗവാൻ എന്ന് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു യാത്രയുടെ മറ്റും തിരക്ക് കാരണമാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്നത് കേട്ടോ. പക്ഷെ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം കേട്ടോ. ഓക്കെ. ഫസ്റ്റ് കാർഡ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഫീലിംഗ്സ് ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, ഇമോഷണൽ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നോ കോണ്ടാക്ട് ആണെങ്കിലും ലെസ് കോണ്ടാക്ട് ആണെങ്കിലും, ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന സമയമാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമയമാണെങ്കിലും, എന്തായാലും അവരുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹവും ഫീലിംഗ്സും ഉള്ള പേഴ്സണാണ് ഇവര്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണെങ്കിലും നിങ്ങൾ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർക്ക് നിങ്ങളോട് സ്നേഹവും ഫീലിംഗ്സും ഒക്കെ നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. പക്ഷെ ചില സമയങ്ങൾ അവരത് ഒരുപാട് നിങ്ങളോട് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല എന്ന് മാത്രം. കാരണം അവര് പരമാവധി ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. സ്നേഹം ഉണ്ടെങ്കിലും അത് അത്രയും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്ന പേഴ്സണായിട്ട് കാണുന്നത്. പക്ഷെ എത്രമാത്രം അവരത് പ്രകടിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അവരുടെ പ്രവർത്തികളിലും മറ്റും നിങ്ങൾക്കത് അവർക്ക് നിങ്ങളോട് സ്നേഹമുള്ളതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് കാണിക്കുന്നത്. ദ ഹയറോഫന്റ് എനർജിയാണ്. ചിലർക്ക് നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺസ് ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ മാരീഡ് ആയിട്ട് രണ്ടുപേരും തമ്മിൽ ഒരു സെപ്പറേഷനിലോട്ട് പോയ സിറ്റുവേഷൻ ആയിരിക്കാം. എന്തൊക്കെയാണെങ്കിലും, എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും ഈ മാരീഡ് ലൈഫിൽ അവര് ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ ചിലർക്കാണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു മതത്തിന്റെ അല്ലെങ്കിൽ കാസ്റ്റിന്റെ ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം. അത് ഈ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉള്ളവർക്കാണെങ്കിലും ഇവിടെ പേഴ്സൺ ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഈ ഒരു മതത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ ജാതിയുടെ പ്രശ്നം അത് അവരിൽ വല്ലാതെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരതിനെ ഒരു വലിയ പ്രശ്നമായിട്ട് അതിനെ കാണുന്നില്ല എന്നുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ ആ ഒരു പ്രശ്നത്തെക്കാൾ കൂടുതൽ നിങ്ങളോടുള്ള ഫീലിംഗ്സ് ആണ് അവർക്ക് മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ദ വേൾഡ് കാർഡാണ്. ഒരു ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഒരു യാത്രയിലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്രക്കുള്ള തയ്യാറെടുപ്പ്, അല്ലെങ്കിൽ ഒരു യാത്രയിലോട്ടുള്ള അല്ലെങ്കിൽ വിദേശത്തോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ്, അവരുടെ ജോബുമായിട്ട് ചെയ്ത് മാറി നിൽക്കാനുള്ള സിറ്റുവേഷൻ, അങ്ങനെ ഒരു ഒരു അകൽച്ചയിലോട്ട് അല്ലെങ്കിൽ ഒരു യാത്രയിലോട്ടൊക്കെ പോകുന്ന ഒരു മാനസികമായിട്ട് ഇപ്പൊ ഓക്കെ അല്ലാതെ, അല്ലെങ്കിൽ കുറച്ച് അവരൊരു ഹറിബറി ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം നിങ്ങളോട് കംപ്ലീറ്റ്ലി ഇൻവോൾവ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടാവുക. ചിലപ്പോൾ അത് ആരോടും പറയാതെ ആയിരിക്കും അവർ ആ ഒരു യാത്ര ഫിക്സ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഒറ്റയ്ക്ക് എനിക്ക് ഒരു സക്സസിലോട്ട് പോകണം, അല്ലെങ്കിൽ ജോലിപരമായിട്ടായാലും ഫിനാൻഷ്യൽ കാര്യങ്ങളിലായാലും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ആരോടും പറയാതെ അവരങ്ങനെ ഒരു യാത്രയിലോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോ കോണ്ടാക്റ്റിലോട്ട് വരാതെ, അല്ലെങ്കിൽ അതിന് അവർക്ക് പറ്റുന്നില്ല, നിങ്ങളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു സമയം കിട്ടാത്തത് കൊണ്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. ലെസ് കോണ്ടാക്ട് ആണെങ്കിൽ അവരത് തുറന്നു പറയാതെ ഒരുപാട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ചിലപ്പം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ച് മാറി നിൽക്കുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത്. പേജ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോ ഒരു ആക്ഷൻ എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കാതെ എടുത്തൊരു തീരുമാനമായിട്ടാണ് കാണുന്നത്. നിങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് അവര് ആലോചിക്കാതെ എടുത്ത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് കാണുന്നത്. അവരങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച്
തീരുമാനിച്ചല്ല അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാം തൽക്കാലത്തേക്ക് എന്നുള്ള ഒരു തീരുമാനം അവര് ചിന്തിക്കാതെ എടുത്ത അല്ലെങ്കിൽ പെട്ടെന്നൊരു ഡിസിഷനായിട്ട് എടുത്ത ഒരു തീരുമാനമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റം വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം അവര് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ആക്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അവര് അതിന് ഈ ഒരു റിലേഷനിലോട്ട് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി നന്നായിട്ടുണ്ട്. ആലോചിക്കാതെ എടുത്തൊരു തീരുമാനമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഇവിടെ. കാർമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എൻഡ് ആയി പോകുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ലൈഫിൽ കുറച്ച് കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവരെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ എന്നാണ് കാണിക്കുന്നത്. കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവര്. അത് നിങ്ങൾക്കും അറിയാതിരിക്കാം അവരിപ്പോ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് ആക്റ്റീവ് ആയിട്ടുള്ള ഈ റിലേഷൻ നിൽക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർ നോ കോണ്ടാക്ടിലോട്ട് പോയത് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. അവർ ഓപ്പൺ ആയിട്ട് അത് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാരണമുള്ള ഒരു അകൽച്ചയാണ് ഇത് എന്നാണ് കാണിക്കുന്നത്. എന്നാൽ ഈ അകൽച്ച വെറും താൽക്കാലികമാണ്. അങ്ങനെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു അകൽച്ചയായിട്ടല്ല കാണിക്കുന്നത്. തൽക്കാലത്തേക്ക് മാത്രമുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. 6 ഓഫ് സോർഡ്സ് ആണ് ഇവിടെ. സ്ട്രോങ് ആയിട്ട് ഒരു യാത്രയ്ക്ക് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു ജോലി സംബന്ധമായിട്ട് വിദേശത്തേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അകന്ന് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നതായിട്ടാണ് കാണുന്നത്. കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവര് കുറച്ച് ദൂരത്തോട്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ, അങ്ങനെ ഒരു അകൽച്ച കാണിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവരിപ്പോ കോണ്ടാക്ടിലോട്ട് വരാത്തത്. ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് ദൂരത്തോട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെയിൻ ആയാലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവര് വിഷമിച്ചാലോ എന്നുള്ളത് കരുതി അവർ നിങ്ങളോട് പറയാതെ പോകുന്നതായിരിക്കാം. അതിനുശേഷം അവിടെ എത്തിയതിനു ശേഷം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് കരുതുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് വീണ്ടും കാണിക്കുന്നത് കേട്ടോ. ദ ചാരിയറ്റ് ആണ്. നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ഒരു ഡിസിഷനോട് അവർ വരും. ഇപ്പൊ മാറി നിൽക്കുന്നതിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ട സിറ്റുവേഷൻ ഇല്ല. ഇവിടെ എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് മാറി നിൽക്കുക എന്നുള്ള തീരുമാനമാണോ, അത് നിങ്ങളിലേക്ക് വരിക എന്നുള്ള തീരുമാനമാണോ, എന്താണ് വേണ്ടത് എന്നുള്ളൊരു ചിന്ത മാത്രമേ ഇവിടെ ബാക്കിയായിട്ടുള്ളൂ. പക്ഷെ എന്തായാലും അവർക്ക് കോണ്ടാക്ടിലോട്ട് വരാതിരിക്കാൻ അവർക്ക് ഒരിക്കലും പറ്റില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അവർ എത്രയും സ്പീഡപ്പ് ആയിട്ട് തന്നെ റിലേഷനിലോട്ട് ഇൻവോൾവ്ഡ് ആവും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ടെമ്പറൻസ് ആണ്. ഈ റിലേഷനെ ബാലൻസിലോട്ട് എത്തിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇട്ടിട്ട് പോവരുത് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ എന്തായാലും ഉണ്ടാവും. അവരിത് റിലേഷൻ ബാലൻസിലോട്ട് തന്നെ തിരികെ കൊണ്ടുവരുമെന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഹോൾഡിംഗ് ബാക്ക് എന്നാണ് കാണിക്കുന്നത്. അവരുടെ സ്നേഹം അവർ മറച്ചു പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് തന്നെയാണ് നമ്മൾ കാർഡ്സിലും കണ്ടത്. അവരുടെ നിങ്ങളോടുള്ള ഇമോഷൻസ് അവർ ഹൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഹോൾഡ് ബാക്ക് ചെയ്ത് നിൽക്കുവാണ്. അത് തൽക്കാലത്തേക്ക് മാത്രമാണ് ഇത് കേട്ടോ. അവരുടെ ആ ഒരു സ്നേഹം നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നത് താൽക്കാലികം മാത്രമായിട്ടാണ്. അല്ലാതെ അവർക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. അവർ തൽക്കാലത്തേക്കൊന്ന് ബാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് മാത്രം. ഹോപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഹോപ്പ് വയ്ക്കാം. ഈ റിലേഷനിൽ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട്. മുന്നോട്ട് അവർ എന്തായാലും തിരിച്ചു വരും. ഇത് കംപ്ലീറ്റ്ലി എൻഡായി പോവോ അല്ലെങ്കിൽ ഇത് ഈ റിലേഷൻ എന്നത്തേക്കുമായിട്ട് ഇല്ലാണ്ടായി പോവോ അങ്ങനെയുള്ള സിറ്റുവേഷനിലല്ല ഇത് നിൽക്കുന്നത്. ഇത് നിങ്ങളേക്ക് തിരിച്ചു വരും. അങ്ങനെ ഒരു ഹോപ്പ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവർ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഇഷ്യൂസ് അവർക്കുണ്ട്. ഇപ്പോ നിങ്ങൾ തമ്മിൽ കാസ്റ്റിന്റെ വ്യത്യാസമുള്ള ഒരു റിലേഷൻ ആണെങ്കിൽ അവർക്ക് കുറച്ച് അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് എയിം ചെയ്ത് ഓക്കെ ആക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് എല്ലാ എതിർപ്പിനെയും മറികടന്ന് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മാരീഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലുള്ള പേഴ്സൺസ് ആണെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷനെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെ ആയിരിക്കാം.
അപ്പൊ അതൊക്കെ ഓക്കെ ആക്കി എടുക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അവരുടെ കടമയാണ്. അവർക്കത് അവരുടെ ലൈഫിൽ അവർ സക്സസ് ആവുക എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഹാബിറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്. അവർക്കറിയാം നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഒരിക്കലും വിട്ടുപോകാൻ പറ്റില്ല. കാരണം അതൊരു ഹാബിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, അഡിക്ഷൻ, കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ മാറിയിട്ടുണ്ട്. കാരണം ആ ഒരു ഹാബിറ്റ് ഒരിക്കലും അവർക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. അവരുടെ ലൈഫിൽ അത്രയും അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. യെസ് എന്നാണ് കാർഡ് വന്നിട്ടുള്ളത്. യെസ് കാർഡാണ്. ഈ റിലേഷന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണോ മനസ്സിൽ ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ കാര്യം സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഏഞ്ചൽസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന സൈൻ എന്ന് പറയുന്നത്. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കാണിക്കുന്നത്. സന്തോഷകരമായിട്ടുള്ള ചേഞ്ചസ് ഈ റിലേഷനിൽ വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇംപ്രൂവിംഗ് ഹെൽത്ത് എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഹെൽത്ത് ഇഷ്യൂസിൽ നിന്നും അവർ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1986 അശ്വതി, ചിത്തിര, ഭരണി, ഉത്രാടം, ഒക്ടോബർ, ജൂൺ, സെപ്റ്റംബർ, മാർച്ച്, 1996, ചോതി, 1994, ലെറ്റർ എം, ലെറ്റർ ഡി, ലെറ്റർ ബി, മകീര്യം, ഉത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.